പെട്ടെന്നൊരു ദിവസം കൂടപ്പിറപ്പിന്റെയോ കൂട്ടുകാരിയുടെയോ കാണാൻ പാടില്ലാത്ത ചിത്രം ഇന്റർനെറ്റിൽ. കരുതിയിരിക്കണം ടെലഗ്രാമിനെയും ടെലഗ്രാമിലെ AI ബോട്ടുകളെയും. ടെലഗ്രാമിലെ അപകടകാരികളായ AI ബോട്ടുകൾ ഇന്ന് നമ്മുടെ സ്വകാര്യതയ്ക്ക് തന്നെ വലിയ ഭീഷണിയാണ്. കോഴിക്കോട് സ്വദേശിയായ യുവാവ് പെൺകുട്ടികളുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് ടെലഗ്രാം വഴി വിറ്റെന്ന വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. ലോകമെമ്പാടും കോടിക്കണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ടെലഗ്രാം. എന്നാൽ അതിൻ്റെ മറവിൽ പല തട്ടിപ്പുകളും നടക്കുന്നുണ്ടെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ഒരു സാധാരണ ഫോട്ടോ ഡീപ് നോഡ് ബോട്ടുകൾക്ക് നൽകിയാൽ നിമിഷങ്ങൾക്കുള്ളിൽ ആ വ്യക്തിയുടെ നഗ്നചിത്രം തയ്യാറാക്കാൻ സാധിക്കും. AI ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ചിത്രം ഒറിജിനലാണോ മോർഫ് ചെയ്തതാണോ എന്ന് തിരിച്ചറിയാൻ പോലും പ്രയാസമായിരിക്കും. മോർഫ് ചെയ്ത ചിത്രങ്ങൾ പങ്കുവയ്ക്കാനും കാണാനും പ്രത്യേക ഗ്രൂപ്പുകൾ തന്നെ ടെലഗ്രാമിലുണ്ട്. പണം വാങ്ങിയാണ് പലരും ഇത്തരം ഗ്രൂപ്പുകളിൽ ലിങ്കുകളും ഫോട്ടോകളും പങ്കുവയ്ക്കുന്നത്. ഇത്തരം ചിത്രങ്ങൾ പിന്നീട് ബ്ലാക്ക് മെയിലിങ്ങിനും പണം തട്ടുന്നതിനും ഉപയോഗിക്കുന്നു. ടെലഗ്രാമിൻ്റെ കർശനമായ പ്രൈവസി പോളിസികളും സീക്രട്ട് ചാറ്റ് ഫീച്ചറുകളും ക്രിമിനലുകളെ സഹായിക്കുന്നുണ്ട്. നിയമപാലകർക്ക് പോലും ഗ്രൂപ്പുകളിലെ വിവരങ്ങൾ കണ്ടെത്താൻ പ്രയാസമായതിനാൽ ലഹരി മരുന്ന് കച്ചവടം, അശ്ലീല ചിത്രങ്ങളുടെ പ്രചാരണം എന്നിവയ്ക്ക് ടെലഗ്രാം ഒരു താവളമായി മാറുന്നു. സുരക്ഷിതരായിരിക്കാൻ ഇനി പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ടെലഗ്രാമിലെ സെറ്റിംഗ്സ് ഓപ്ഷനിൽ പോയി പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി ക്ലിക്ക് ചെയ്ത് പ്രൊഫൈൽ ഫോട്ടോസ് എന്നതിൽ പോയി അത് മൈ കോൺടാക്ട്സ് എന്നത് മാത്രമാക്കുക. അപരിചിതർക്ക് നിങ്ങളുടെ ഫോട്ടോ കാണാൻ കഴിയില്ലെന്ന് ഉറപ്പാക്കുക. ടെലഗ്രാം ഗ്രൂപ്പുകളിൽ വരുന്ന അജ്ഞാത ലിങ്കുകളിലോ ബോട്ടുകളിലോ ക്ലിക്ക് ചെയ്യാതിരിക്കുക. അവ നിങ്ങളുടെ ഫോണിലെ വിവരങ്ങൾ ചോർത്താൻ ലക്ഷ്യമിട്ടുള്ളതാകാം. ടെലഗ്രാം അക്കൗണ്ടിൻ്റെ അധിക സുരക്ഷയ്ക്കായി 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളിൽ സ്റ്റോറിയായും പോസ്റ്റായും വരുന്ന ചിത്രങ്ങൾ അനുവാദമില്ലാതെ തന്നെ ഉപയോഗിച്ചാണ് പ്രധാനമായും മോർഫിംഗ് നടക്കുന്നത്. അക്കൗണ്ട് പ്രൈവറ്റ് ആക്കാൻ താല്പര്യമില്ലാത്തവർ സെറ്റിംഗ്സിലെ ഷെയറിംഗ് ആൻഡ് റീയൂസ് ഓപ്ഷനിൽ പോയി അലോ പീപ്പിൾ ടു ഷെയർ യുവർ സ്റ്റോറീസ് എന്നത് ഓഫ് ചെയ്യുക. ഇത് നിങ്ങളുടെ പോസ്റ്റുകൾ അപരിചിതർ ഷെയർ ചെയ്യുന്നത് തടയും. വ്യക്തിപരമായ ചിത്രങ്ങൾ എല്ലാവർക്കും കാണുന്ന രീതിയിൽ പോസ്റ്റ് ചെയ്യാതെ വിശ്വസ്തരായവർക്ക് മാത്രം കാണാവുന്ന രീതിയിൽ ക്ലോസ് ഫ്രണ്ട്സ് ഫീച്ചർ വഴി പങ്കുവയ്ക്കുക. ഹൈലൈറ്റുകൾക്കും ഇത് ബാധകമാക്കുക. ഫോളോവേഴ്സ് ലിസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കുക. അപരിചിതരായതോ സംശയാസ്പദമായതോ ആയ അക്കൗണ്ടുകളെ ഇടയ്ക്കിടെ പരിശോധിച്ച് റിമൂവ് ചെയ്യുക. അപരിചിതരിൽ നിന്ന് വരുന്ന ലിങ്കുകൾ തുറക്കാതിരിക്കുക. പലപ്പോഴും ഇത്തരം ലിങ്കുകൾ വഴിയാണ് ഇവർ നിങ്ങളുടെ ഡേറ്റയിലേക്ക് ആക്സസ് നേടുന്നത്. നിങ്ങളുടെ ഫോട്ടോയോ വിവരങ്ങളോ ആരെങ്കിലും ദുരുപയോഗം ചെയ്യുന്നതായി കണ്ടാൽ പരിഭ്രാന്തരാകാതെ ഉടൻ തന്നെ സ്ക്രീൻഷോട്ടുകൾ എടുത്ത് തെളിവിനായി സൂക്ഷിക്കുക. 1930 എന്ന സൈബർ ഹെൽപ്പ് ലൈനിൽ വിവരം അറിയിക്കുക. www.cybercrime.gov.in വഴി പരാതി നൽകുക. ഗൂഗിളിൻ്റെ പേഴ്സണൽ സേഫ്റ്റി പോളിസി വഴിയും ഇൻ്റർനെറ്റിൽ പ്രചരിക്കുന്ന ചിത്രങ്ങൾ നീക്കം ചെയ്യാൻ സാധിക്കും.